വാട്സ്ആപ്പ് യൂട്യൂബ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് ബ്ലോഗ്സ്. യൂട്യൂബിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അതിഗംഭീര ട്രെയിലർ ഐറ്റത്തിന്റെ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫൈറ്റർ, ഋത്തിക് റോഷനെ നായകനാക്കി സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ഫൈറ്റർ. സോ ഇതിന്റെ ടീസർ നമ്മൾ ആക്ച്വലി കണ്ടതാണ്. സോ ഇപ്പൊ 3 മിനിറ്റുള്ള ഒരു ട്രെയിലർ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. ഒരു 1.5 കോടിയോളം ആൾക്കാർ ഇതിനകം കണ്ടു കഴിഞ്ഞു. സോ സിദ്ധാർത്ഥ് ആനന്ദിന്റെ നേരത്തെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാർ ആൻഡ് പത്താൻ, ഈ 2 പടങ്ങൾ മതി. രണ്ട് പടങ്ങൾ കൊണ്ട് നമുക്കറിയാം മൂപ്പർ എത്ര കാലിബർ ഉള്ള സംവിധായകനാണ്. സോ ഈ 2 പടങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് തിയേറ്ററിൽ പോയി കണ്ടതാണ്. സോ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പടം കണ്ട ആൾക്കാർക്ക് അറിയാം. പത്താനാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ, വാർ ആണെങ്കിൽ അതും മികച്ചൊരു സിനിമ. ഫൈറ്റ് സീനും VFX-ഉം ആ പടം എടുക്കാനും മുടക്കിയ ഓരോ പൈസക്കും വർത്തായിട്ടുള്ള ഒരു സംഭവമാണ് തിയേറ്ററിലായിട്ട് നമുക്ക് ഉണ്ടായത്. സോ അതിലെല്ലാം ഉണ്ട്, കഥയും ഫൈറ്റും ഇമോഷൻസും കാര്യങ്ങളും എല്ലാം നിറഞ്ഞൊരു പാക്കേജാണ് രണ്ട് സിനിമ. സോ അതേപോലെ ഒരു സംവിധായകൻ ഇപ്പം ഋത്തിക് റോഷനെ വെച്ചിട്ടുള്ള 3-മത്തെ പടം, ഫസ്റ്റ് ബാങ് എടുത്തു, പിന്നെ വാർ ആൻഡ് ഇപ്പോൾ ഫൈറ്റർ. സോ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്കിലാണ്. സോ ഇതൊരു ആക്ച്വലി ഒരു സൈന്യം, ഒരു ആർമി റിലേറ്റഡ് പടം തന്നെയാണ്. നമ്മൾ ടീസറിൽ കണ്ടാൽ മനസ്സിലാവും. സോ നമുക്ക് ട്രെയിലർ എങ്ങനെയുണ്ട് നോക്കാം. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ ട്രെയിലർ ഗൈസ്. സോ നമുക്ക് ട്രെയിലർ കാണാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. फाइटर वो नहीं है जो अपने टारगेट अचीव करता है, वो है जो उन्हें ठोक देता है. आप सब इंडियन एयरफोर्स के टॉप एविएटर्स हो, इसलिए आप सबको हैंड पिक करके हमने एक क्विक रिस्पांस टीम बनाई है. एक दूसरे को जानो, बॉन्ड विद ईच अदर. जंग में इंटरपर्सनल रिश्ते ही काम आएंगे. Caught you, Minnie. Arrogant. Confident. चलो तुम्हें जम्मू घुमाती हूँ. क्यों, तुम्हारा एक्स यहाँ से था? नहीं, पर शायद नेक्स्ट यहाँ से हो. Deadliest terror attack on Indian forces. हमले में हमारे देश ने 40 से ज्यादा जवानों को खो दिया. बॉम्ब ब्लास्ट 26/11 और अब पुलवामा. पिछले 50 सालों में किसी सरकार ने उनकी इन हरकतों का मुंह तोड़ जवाब नहीं दिया, लेकिन अब बस उन्हें दिखाना पड़ेगा कि बाप कौन है. हम POK एंटर कर रहे हैं. मिशन इज अ गो. फंस गए हिंदुस्तानी. ईट का जवाब पत्थर से देने आए हो? नहीं, धोखे का जवाब इनकमिंग मिसाइल बदले से. हमने सुसाइड अटैक किया, उन्होंने एयर स्ट्राइक. F-16 पाकिस्तान से श्रीनगर की तरफ बढ़ रहे हैं. अब टेरर अटैक नहीं, जंग होगी. दुनिया में मिल जाएंगे आशिक कई, तो मेरी खुशी के लिए तुमने मुझे रुलाने का फैसला लिया है. पर वतन से हसीन सनम नहीं होता. हर बार तुम्हारी ईगो की कीमत ये फोर्स चुकाता है, लेकिन इस बार उसकी कीमत तुम भी चुकाओगे. हीरो में सिमट कर सोने से लिपट कर मरते हैं कई. ये मेरी टीम है सर, और उन्हें मेरी जरूरत है. पर तिरंगे से खूबसूरत कफन नहीं होता. जय हिंद. POK का मतलब है पाकिस्तान ऑक्यूपाइड कश्मीर. तुमने ऑक्यूपाई किया है, मालिक हम हैं. तो जैसे टेररिस्ट की वजह से अगर हम बदतमीजी पे उतर आए तो तुम्हारा हर मोहल्ला IOP बन जाएगा. इंडिया ऑक्यूपाइड पाकिस्तान. जय हिंद. ആനന്ദ് 25 ജാനുവരി. ഗംഭീര ട്രെയിലർ, 3 മിനിറ്റ് സംഭവം കിടക്കി അല്ലെ. നമുക്ക് ആക്ച്വലി ഇത്തരം സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂസ് ബംസ് വരും. ബിക്കോസ് പാട്രിയോട്ടിസം അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ കഥ, സൈന്യത്തിന്റെ കഥ, ആർമി, ആ കഥകളൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി ആ ഫൈറ്റ് സീനും കാര്യങ്ങളും മ്യൂസിക് ഒക്കെ ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ
ഒബ്വിയസ്ലി ഗൂസ് ബംസ് വരും. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കത് കിട്ടി, സംഭവം കിട്ടി എന്താണെന്നില്ല. സോ ടീസറിൽ കാണിക്കുന്ന പോലെ ഇതൊരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പ്രതികാരം, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം ആ ഒരു പാട്രിയോട്ടിസം, ആ ഫീൽ, ഇമോഷൻസ് ഒക്കെ വെച്ച് ഗംഭീരമായ ഒരു പടമായിരിക്കും എന്തായാലും, അത് യാതൊരു സംശയമില്ല. ആൻഡ് ഇതിലിപ്പോ പറയുന്നുണ്ട് പുൽവാമ അറ്റാക്കിന്റെ പ്രതികാരം വീട്ടുകയാണ് നമ്മുടെ എയർഫോഴ്സ്. പാകിസ്ഥാനിൽ പോയിട്ട് അവർക്ക് കൊടുക്കുകയാണ് പണി. സോ അത്തരത്തിലുള്ള ഫൈറ്റ് സീനും ഇമോഷൻസും എന്തൊക്കെയാണെന്നുള്ളത് ഗംഭീര വിഷ്വലൈസേഷൻ തന്നെയായിരിക്കും. സോ ഇത്തരത്തിലൊരു ആക്ച്വലി ഇങ്ങനത്തെ ഒരു പടത്തിൽ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും എല്ലാ എലമെന്റ്സും ഉണ്ടാവും എന്തായാലും. സോ ഇത്തരത്തിലുള്ള പടം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒബ്വിയസ്ലി ഒരു ബോളിവുഡ് പടം, പിന്നെ സിദ്ധാർത്ഥ് ആനന്ദ്, ഋത്തിക് റോഷൻ, ഇപ്പൊ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ കിട്ടുന്നുണ്ട്, സംഭവം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒട്ടും ആ എക്സ്പെക്ടേഷൻ ഒട്ടും നമുക്ക് ഒരു കുറവ് വരാതെ ഈ പടം അത്രക്ക് കയറി കൊളുത്തും തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ആൻഡ് അനിൽ കപൂർ, ദീപിക പതുക്കോൺ, ആ വില്ലൻ ഒരു വില്ലൻ എപ്പോഴും ഉണ്ടാവുമല്ലോ, ഒരു പാകിസ്ഥാൻ വില്ലൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് നമ്മുടെ അതിലൊരു പറയുന്നില്ലേ, നമ്മൾ പുൽവാമ അറ്റാക്ക് നടത്തി ഇതിന് 50 വർഷമായിട്ട് നമുക്ക് ഇവർക്കൊരു നല്ലൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബസ് നമുക്ക് കാണിച്ചു കൊടുക്കണം ബാപ്കോനെന്ന്, അതൊക്കെ കിടുവാണ്. അപ്പൊ ഇത്തരം സീനുകൾ വരുമ്പം തിയേറ്ററിൽ കയറി കത്തും എന്തായാലും ഉറപ്പാണ്. പിന്നെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ കിടുവാണ്. ഇതിന്റെ BFX ഫൈറ്റ് സീൻ ട്രെയിലറിൽ തന്നെ ഇത്രയാണെങ്കിൽ പിന്നെ തിയേറ്ററിലെ അവസ്ഥ എന്തായിരിക്കും? സോ ഈഗർലി ലൈക്ക് മച്ച് വെയിറ്റിംഗ് ഫോർ ഫൈറ്റ്. ജനുവരി 25-നാണ് തിയേറ്ററിൽ. സോ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഞാൻ കാണും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈറ്ററിന്റെ റിവ്യൂ കൂടി എന്തായാലും ഇടുന്നതാണ്. So thank you so much guys for watching me again and signing off.